ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് കുറേ നേരമായി എണിച്ചിട്ട്, ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറോളമായി എണിച്ചിട്ട് ഒന്നും ചെയ്തിട്ടില്ല. മടി പിടിച്ചിങ്ങനെ ഇരിക്കുക. ഇന്നലെ രാത്രി ഞങ്ങൾ പുറത്തുപോയി OTT കുറേ സിനിമകളൊക്കെ വരുന്നില്ല. അപ്പോൾ അതിലേതോ സുമതി വളവൊക്കെ കണ്ടിട്ട് അങ്ങനെ രാത്രി ഉറങ്ങിയപ്പോൾ കൺമഷി പോലും കളഞ്ഞിട്ടില്ല. ഇന്നിപ്പോൾ രാവിലെ എണിച്ചിട്ട് ബ്രഷ് ചെയ്തിട്ടില്ല, സ്കിൻ കെയർ ചെയ്തിട്ടില്ല, ഇങ്ങനെ മടി പിടിച്ചിരിക്കുക. ഷാമയ്ക്കായപ്പോൾ നല്ല ഉറക്കത്തിൽ എണിച്ചിട്ടില്ല. ഞാൻ കുറേ നേരം എണിച്ചിട്ട് പിന്നെ രാവിലത്തെ കറിയൊക്കെ ഉള്ളതുകൊണ്ട് സെറ്റാണ്, കുഴപ്പമില്ല, അതുകൊണ്ട് പണിയില്ല. അപ്പം അങ്ങനെ മടി പിടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അയ്യോ, ഇക്കാച്ച് ചെറിയൊരു തൊണ്ടവേദനയുടെ ഒരു ലക്ഷണം കാണാണ്ട്. ഷാമയൊക്കെ ഐബുവിന് കുറേ ദിവസമായി, ഒരാഴ്ചത്തോളമായി കോൾഡ് പിടിച്ചിട്ട്. ഷാമയൊക്കെ മിഞ്ഞാന്ന് മുതൽ ചെറിയ പനിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്താ ക്ലൈമറ്റ് ചേഞ്ചിനെ തോന്നിരിക്കും, ചെറുതായിട്ടൊരു തൊണ്ടവേദന പോലെ എവിടെയോ ഒരു വശപ്പശക്ക്. അപ്പോൾ അതോടൊരു സുഖമല്ല രാവിലെ തന്നെ. അങ്ങനെ ഇങ്ങനത്തെ ദിവസങ്ങളും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇനി കുറച്ചിട്ട് മെല്ലെ എണീച്ച് മുഖമൊക്കെ കഴുകി ഫ്രഷായ തന്നെ ഒരു മൂഡ് പോവും. അപ്പം അങ്ങനെ പപ്പയും മോന് സുഖമായിട്ട് 11 മണി വരെ ഉറങ്ങാൻ എണീക്കു. ഗായ്സ്, ആരെ കുട്ടിയായി പോ? ഐബ്സാ? ഐബ്സ് ആരെ കുട്ടിയാ? ഐബു എന്റെ ഷുഗായൊന്നിയോ. Don't take that, Aibak. Come here. എങ്ങോട്ടാ പോണേ? പല്ല് തേക്കാനാ? ഒറ്റക്കാ? ഐബുന്റെ ബ്രഷാ? ഏത് കളറ്? ഓറഞ്ചാ? ഓറഞ്ച് ആര് ബ്രഷാ? എന്താ വേണ്ട ഇപ്പൊ എനിക്ക്? ഒറ്റക്ക് പല്ലേക്കുവോ? ഉറപ്പാ? ഇതാ ഒറ്റക്ക് തേക്കുവോ? ഡ്രസ്സ് ഊരുണ്ട് എന്നിട്ടല്ല ഒറ്റക്ക് തേക്കുക? ശരിക്ക് തേക്ക്, വായ തുറക്ക്, ഇങ്ങോട്ട് നോക്ക്. ഇങ്ങോട്ട് പോയിക്കോന്ന്, അടുക്കളയിൽ പോയിക്കോളാൻ. എന്തിനാ ഈ പല്ല് വെച്ചോ? ഞാൻ ഇവിടെ നിന്നുകൊണ്ട് എനിക്കെന്താ? മമ്മാനെ ഇഷ്ടം പപ്പാനെ ഇഷ്ടം ഞങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. എപ്പോൾ ചോദിച്ചാലും പപ്പായെന്ന് പറയുന്നതിൽ പപ്പായെന്ന് പറയും. പക്ഷെ നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയർ ആയെന്ന് കേൾക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഞാൻ പറയുന്ന ചാമക്കടെ ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും പപ്പാനെ പറയുള്ളൂ. നമ്മൾ എത്ര നോക്കിയിട്ട് ഒരു കാര്യമില്ല. എന്താ വേണ്ട? ക്രോസോണാ തിന്നോ ഫുള്ള്? എന്തിനാ ഇവന് വിശക്കണ്ട? എവിടെ വിശപ്പ് വരിക? ഇവിടെ വിശപ്പ് വരിക? ക്രോസോൺ വേണോ? ക്രോസോണിൽ ഏതുണ്ടാവുക? ഉള്ളിൽ എന്തുണ്ടാവുക? എന്ത് ക്രീം ഉണ്ടാവുക? ആപ്പിളിന്റെ അല്ല ഇവിടെ ഉള്ളത്, വേറെ ഏതാ? ജാമല്ല, വേറെ ഏതാ? ചോക്ലേറ്റ്. ഏതാ? അടിക്ക്. താങ്ക് യു, വെൽക്കം. തിന്നിട്ടോ? ഫുള്ള് തിന്നേ. ഇതെന്താ ചോക്ലേറ്റ് മാത്രം തിന്നണേ? ഫുള്ള് തിന്നേ. ചോക്ലേറ്റ് മാത്രല്ല, ഫുള്ള് തിന്നേ. എന്താ കഴിക്കണോ? എന്ത് ക്രോസോൺ വേണം വേണ്ടി ചോക്ലേറ്റ് മാത്രം എടുത്തിട്ട് പോയി.
എന്തേ അവര് നോക്ക് നല്ല ശക്തിയിലിട്ടേ അവിടെ പോലുണ്ട് താത്തോറങ്ങുന്നുണ്ട് എന്താ സംഭവിക്കുന്നത് അത് ഉറങ്ങേണ്ടി തോന്നുന്നുണ്ടേ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കട്ടെ. അപ്പോൾ ഞാൻ അങ്ങനെ ഓരോ കഥകൾ പറഞ്ഞിട്ടാണ് എപ്പോഴും ഇങ്ങനെ കഴിക്കുമ്പോൾ ഈ ഷാമയൊക്കെ ചോദിക്കും എനിക്ക് എവിടെ നിന്നാണ് ഇത്രമാത്രം കഥകൾ പറയേണ്ടതെന്ന്. ഞാൻ പറയുമ്പോൾ ഇങ്ങനെ ശ്രദ്ധിച്ചാൽ എനിക്ക് എക്സ്പ്രഷൻ കുറച്ച് കൂടുതൽ ഷാമയൊക്കെ കച്ചിൻ്റെ ഇങ്ങനെ കേട്ടിരിക്കാനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരുമിച്ച് നിന്നിട്ടാണ് രാവിലെ ഭക്ഷണം കഴിക്കാമല്ലോ. അപ്പോൾ പിന്നെ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് വർത്താനം പറയും. പിന്നെ ഐബും ഇങ്ങനെ ക്രോസോൺ വേണം പറഞ്ഞിട്ട് കൊടുത്തതും അതിൻ്റെ ക്രീം മാത്രം തിന്ന് കളഞ്ഞതും അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഫ്രോസൺ ചപ്പാത്തി ഇരിക്കണ്ടായിരുന്നു. പിന്നെ ചൂടാൻ വേണ്ടിയിട്ട് കറി ഓൾറെഡി ഞാൻ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, പ്രീ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതങ്ങോട്ട് ചുട്ടാൽ മതിയല്ലോ. ഫ്രോസൺ ചപ്പാത്തിയും ഇതുപോലെ തന്നെ ഫ്രോസൺ ദോശമാവൊക്കെ ഇടയ്ക്ക് വേണിച്ച് വെക്കും. അപ്പോൾ പിന്നെ സുഖമാണല്ലോ, കറിയൊക്കെ ഉള്ള സമയത്ത് അങ്ങോട്ട് ചുട്ടാൽ മതിയല്ലോ. എനിക്ക് തീരെ ചപ്പാത്തി ഉണ്ടാക്കിയ സെറ്റ് ആവണില്ല കേട്ടോ. ആ കുഴ ശരിയാവാത്തതുകൊണ്ടോ തോന്നുന്നുണ്ട്. ആ ഒരു സോഫ്റ്റ്നെസ് ചപ്പാത്തിയിൽ എപ്പോഴും കുറഞ്ഞു പോകാറുണ്ട്. മറ്റതൊക്കെ ഉണ്ടാക്കണ പോലെ ചപ്പാത്തി അങ്ങോട്ട് സെറ്റായി വരുന്നില്ല. ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാനുള്ള വേറെ ട്രിക്ക് നോക്കട്ടെ വിചാരിക്കുന്നുണ്ട്. നമ്മൾ എപ്പോഴും അങ്ങനെയല്ല ഉണ്ടാക്കി വന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ശീലമൊക്കെ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ സെറ്റേ വരുള്ളൂ. അപ്പം അങ്ങനെ അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്ന വീഡിയോസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണം കേട്ടോ. കമ്പേഴ്സിൻ്റെ വേസ്റ്റ് രണ്ട് ദിവസം ആകുമ്പോഴത്തേക്കും ഡിസ്പോസ് ചെയ്യും. ഇതിങ്ങനെ സ്മെല്ല് വരില്ലേ. ഇവിടെ പിന്നെ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്നതല്ലേ പണിയില്ലാത്ത കാര്യമല്ലേ. എന്താ വെയിലോ, ഭയങ്കര വെയിലില് രാവിലെ വേസ്റ്റ് ഡിസ്പോസ് ഭക്ഷണം കഴിക്കേണ്ടി വെച്ചൊക്കെ അവനോട് ഒന്നും കഴിച്ചിട്ടില്ല. ഗുഡ് ബോയാ? നല്ല കുട്ടി കളിക്ക് തല്ലുടനില്ലല്ലോ. എന്ത് കളി കളിക്കണേ ഇപ്പോ? ജമ്പേത് കളി അല്ലേ? ഗുഡ് ബോയ്സ്. ഞാനാണ് പൈബ് അങ്ങനെ കുറച്ച് നേരം അപ്പുറത്തെ റൂമിലത്തെ കുട്ടിയായിട്ട് കളിച്ച വീഡിയോകൾ കണ്ടില്ല. അത് ശേഷം ഇപ്പോൾ അതാ ഷാമയൊക്കെയായിട്ട് കളിയായിട്ടാണ്. ഷാമയൊക്കെയുള്ള സമയത്ത് ഇവർക്ക് തന്നെ പണി ഇങ്ങനെ ടോയ്സൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അവർക്കിനെ ഇടിച്ച് കളിക്കുക, അതുപോലെ തന്നെ ടോയ്സ് കൊണ്ട് അങ്ങോട്ട് ഇടിച്ച് കളിപ്പിക്കുക, സ്പൈഡർമാൻ ആവുക, അങ്ങനത്തെ കളികളൊക്കെ മൂപ്പികളൊക്കെ ഇങ്ങനെ താല്പര്യം. അല്ല അങ്ങനെ ഒതുങ്ങി എന്ന് കളിക്കാൻ താല്പര്യമില്ല, അങ്ങോട്ട് കൂടി ഇടിച്ച് കളിക്കും. ഷാമയാക്കാനെ കിട്ടിയ പിന്നെ കളിക്കാൻ നല്ല ഇഷ്ടം. ഷാമയാക്കാന് കളിക്കാൻ അങ്ങനെ ഇരുന്ന് കൊടുക്കുകയെ. ഇങ്ങനത്തെ കളിയൊന്നും വലിയ ഇരുന്ന് കൊടുക്കാറില്ല ഞാനങ്ങനെ. അപ്പോൾ അവിടെ കളി നടന്നുകൊണ്ടിരിക്കട്ടെ. അപ്പോൾ ഞാൻ ഉച്ചക്കത്തെ പണി നോക്കട്ടെ പോയിട്ട്. എന്ത് കേട്ടില്ല? ഫ്രിഡ്ജ് തുറക്കണ്ടായിപ്പോ നല്ല അടിയിട്ടില്ലേ? ചോറ് വെച്ചിട്ട് വരാ. അപ്പോൾ ഉച്ചക്കൊക്കെ ആകെ ഒന്ന് ചോറ് വെക്കാനുള്ള പരിപാടി മാത്രമേ ഉള്ളൂ കേട്ടോ. എന്താ വെച്ചാൽ കറിയും ഉപ്പേരി ഒക്കെ ഉണ്ട്. പിന്നെ മീൻ പൊരിക്കണം. മീൻ ഓൾറെഡി ഞാൻ കായം പരത്തി വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ പിന്നെ അത് പൊരിക്കാനുള്ള പരിപാടിയും ചോറ് വെക്കാനുള്ള പരിപാടി മാത്രമേ ഉള്ളൂ. അപ്പം ഇന്ന് സാറ്റർഡേ ആയിട്ട് ഇന്ന് പുറത്തുനിന്നല്ല കേട്ടോ ഭക്ഷണം കഴിക്കണത്. പിന്നെ ഉച്ചക്ക് ഇങ്ങനെ ചോറും കറിയൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ച് ഇവിടുന്ന് തന്നെ ഭക്ഷണം കഴിക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ അതാക്കണ്. ടൈബൂന് ഇങ്ങനെ വട്ടാക്കിക്കൊണ്ടിരിക്കുക. ടൈബൂന് ഞാൻ ഷാമയൊക്കെ ഇങ്ങനെ ഒരുമിച്ചിരിക്കുക, ഇല്ലെങ്കിൽ ഇങ്ങനെ ഇതാക്കുന്നതൊന്നും തീരെ ഇഷ്ടമല്ല. നീ കണ്ട ഞാൻ അവൻ്റെ അടുത്ത് വന്ന് അവർ രണ്ടാളും കളിക്കുന്ന സമയത്ത് ഞാൻ അവരെ എടുത്ത് വന്നിരുന്ന
പിന്നെ ഉന്തി മാറ്റിയിടണം. അവനക്ക് തീരെ പപ്പയും മോനും കളിക്കുമ്പോൾ ഞാൻ ഇടയിൽ വന്നിരിക്കുന്നത് ഇഷ്ടമല്ല, ഭയങ്കര സാധനമാണ്. അപ്പോൾ അവനിങ്ങനെ കുശുമ്പാറ്റാൻ വേണ്ടി ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് കാട്ടിയിരുന്നിട്ടാണ് രസം. അവനിങ്ങനെ വട്ടാക്കാൻ ഭയങ്കര രസം, ഇടയ്ക്ക് ഇങ്ങനെ ഭ്രാന്ത് വന്നിട്ടാക്കും. പിന്നെ ഇന്ന് എന്നുള്ള വീക്കെൻഡ് പോലെ അല്ലാട്ടെ, നമ്മൾ സാധാ പോലെ നമ്മളൊരു ഫാമിലി ടൈം പോലെ ഫുൾ ടൈം നമ്മൾ കൂടെ തന്നെ ഇരുന്നിട്ട്, അല്ലെങ്കിൽ സാറ്റർഡേസ് നമ്മൾ കൂടുതൽ ഉച്ചക്ക് പുറത്ത് പോയി ഭക്ഷണം കഴിക്കല്ലേ പതിവ്, പുറത്ത് പോയി ഭക്ഷണം കഴിക്കും, പിന്നെ ഒന്ന് കറങ്ങിയിട്ടൊക്കെ വരികയും ചെയ്യുക. പക്ഷെ ഇപ്രാവശ്യം നമ്മൾ ഇങ്ങനത്തെ ഒരു ഡേ ആയിക്കോട്ടെ വിചാരിച്ചിട്ട് ഒക്കെ കറിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ അതൊക്കെ തീർക്കാണ്ട് പുറത്ത് പോയിട്ടും കാര്യമില്ലല്ലോ. അപ്പോൾ പിന്നെ കൂടുതൽ ടൈം ഫാമിലിയായിട്ട്, പിന്നെ ഫാമിലിയായിട്ട് കിട്ടുന്ന ടൈം കുറവല്ലേ. ശനിയാഴ്ച ഒക്കെ ആകുമ്പോഴല്ലേ ഇങ്ങനെ ലീവൊക്കെ ആയിട്ട് നമുക്ക് റിലാക്സ് ചെയ്തിട്ട് അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പരമാവധി അങ്ങനെ ഇതാക്കട്ടെ. അപ്പോൾ ഐബൂന് ഇങ്ങനെ വട്ടാക്കി ഇക്കു ചാമയൊക്കെ ഭയങ്കര ഇഷ്ടം. അപ്പോൾ അവനക്കിപ്പോൾ ജലദോഷം കൂടി ഉള്ളതുകൊണ്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ എന്തെങ്കിലും ആക്കുമ്പോഴത്തേക്ക് കേന്നാക്കിക്കൊണ്ടിരിക്കുക. പക്ഷെ അമ്മയൊക്കെ ഇങ്ങനെ അതിട്ട് വട്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് പിന്നെ അവനക്ക് എന്താ ചോറിനൊക്കെ വെച്ച് കൊടുത്തിട്ട് അവിടെ, അപ്പോൾ ഞാൻ TV ആയിട്ട് വിചാരിക്കും. അപ്പോൾ പ്രത്യേകിച്ച് പണിയില്ല, ചോറ് അവിടെ വിസിലായിക്കൊണ്ടിരിക്കണം. അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ഞാൻ പോയിട്ടൊന്ന് കുളിച്ച് സെറ്റായി വന്ന്, എന്നിട്ട് ഇപ്പോൾ ഇതാ TV വെച്ചേക്കിട്ടാ. അപ്പോൾ TV ഒക്കെ ആണെങ്കിലും ഷാമയ്ക്ക് ഇതുപോലെ ടാബിലൊക്കെ എന്തെങ്കിലും നോക്കിയിരിക്കും ഇടയ്ക്ക്. അപ്പോൾ ഇങ്ങനെ TV കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ അങ്ങനെ കത്തിയടിച്ചുകൊണ്ടിരിക്കട്ടെ, കാരണം എൻ്റെ വായടച്ച സമയമില്ല എന്നാണ് ഷാമയൊക്കെ പറയുക. ഇടയ്ക്ക് ഇങ്ങനെ സിനിമ കാണുമ്പോൾ ഷാമയ്ക്കിനോട് പറയും ഒന്നും മുണ്ടാണ്ടിരിക്കട്ടെ, കേൾക്കാമല്ല. ഞാൻ അങ്ങനെ സിനിമ കാണുകൊണ്ടിരിക്കുമ്പോൾ ചോദിക്കേ ഇതിപ്പോൾ എന്തുണ്ടാവണേ, ഇതിപ്പോൾ എന്തുണ്ടായി. ഷാമയ്ക്കൊരു എൻ്റെ പോലെ തന്നെയല്ലേ ഞാനും ഒരുമിച്ച് തന്നെ കാണണമെന്നൊക്കെ പറയും. അപ്പൊ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. ബൈബിളിന്ന് ക്രോസ് കൊണ്ട് ബാക്കി വീട് തീറ്റിക്കും കൊടുത്ത് പതിക്കന് തന്നെ എന്താ സാധനം ഒരു നേരം തിന്നാണ് എത്ര വലിയ ആക്കി കഴിഞ്ഞാൽ. അതിന് നമ്മൾ മേടിക്കുന്ന ചിക്കന്റെ അളവ് കുറവാണല്ലേ, അതാണ് ബിരിയാണിക്കും കറിക്കും കൂടി ഇല്ലാത്ത. അപ്പോൾ ചിക്കൻ ഫ്രഷ് ചിക്കൻ മേടിച്ച് കഴിഞ്ഞാൽ ബിരിയാണിക്ക് അല്ലെങ്കിൽ കറിക്കാണ് നമ്മൾ എടുക്കാട്ടെ, ഫ്രഷ് ചിക്കൻ അതിനുള്ള. അപ്പോൾ ഞാനിങ്ങനെ അതൊക്കെ പറഞ്ഞിട്ട് ഷാമേക്കല കൊണ്ട് കട്ടിയേപ്പിക്കും. ഇപ്പോഴും ഫ്രഷ് ചിക്കൻ ഫ്രഷ് എന്നല്ല, ചിക്കൻ കട്ടി എപ്പോഴും ഞാൻ പഠിച്ചിട്ടില്ല. അപ്പോൾ ഷാമയ്ക്ക് എന്തായാലും ലീവല്ല, അപ്പോൾ ഈ സമയത്ത് കട്ടിയേപ്പിക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ അതൊക്കെ കട്ടിയേപ്പിച്ചിട്ടാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇതൊക്കെ കട്ടിയിലൊക്കെ കഴിഞ്ഞ് പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളിതാ ഞൈബൂനെ ഉറക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ കറക്റ്റ് തുറന്നിട്ടുണ്ടെന്ന്. അപ്പോൾ നല്ല വെയിൽ വരുമല്ലോ, പിന്നെ വെയിൽ വരുമ്പോൾ പിന്നെ അവനെ ഉറങ്ങൂല. അപ്പോൾ ലൈറ്റൊക്കെ ഓഫാക്കിയതാ ഉറങ്ങി. ഉപ്പയും മോനും സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ട് അവിടെ. അങ്ങനെ ഭക്ഷണം ഉറക്കിയിട്ട് ഞാൻ അങ്ങോട്ട് പോകുന്നു. ഞാൻ ഉറങ്ങാറില്ല ഉച്ചക്ക്. അങ്ങനെ ഷാമയൊക്കെ പോയി ഉറങ്ങി. ഇനിയിപ്പോൾ ഞാൻ അടിച്ചോരൊക്കെ കഴിഞ്ഞിട്ട് ഇനി കുറച്ച് നേരം ഞാൻ ട്വിക്സ് മേടിച്ചിരുന്നു കഴിഞ്ഞ ഷോപ്പിങ്ങിൽ. അപ്പോൾ അതൊക്കെ തിന്നിട്ട് കുറച്ച് നേരം ഇനി ഫോണൊക്കെ നോക്കിയിരിക്കണം. എന്നിട്ട് പിന്നെ മിനി സമൂസ ഷീറ്റ് മേടിച്ചിരുന്നു. അപ്പോൾ അത് ഉണ്ടാക്കണം വിചാരിക്കണ്ട്, പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ചിട്ട് അതിൻ്റെ വിശേഷമൊക്കെ കാണാം കേട്ടോ. അപ്പോൾ ആ സമൂസക്കുള്ളതൊക്കെ ഞാൻ ആദ്യമേ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ട്, ഞാൻ പറയുന്നതിലേക്ക് മുമ്പ് തന്നെ അരിഞ്ഞ് സെറ്റാക്കി വെച്ച ഇഷ്ടമാണ്. പിന്നെ അങ്ങനെ പണിക്ക് നിന്നാൽ മതിയല്ലോ. അപ്പോൾ ചിക്കൻ ഇപ്രാവശ്യം ഞാൻ കുക്കറിൽ വേവിക്കാൻ നിന്നില്ല. ഇതാക്കാൻ കുറച്ച് സമൂസ ഉണ്ടാക്കണുള്ളൂ. അപ്പോൾ കുക്കർ എടുത്തിട്ട് പിന്നെ അത് കഴുകാൻ നിൽക്കണ്ട വിചാരിച്ചിട്ട് ഞാൻ ആദ്യമായിട്ടായിട്ട് ഇങ്ങനെ പാത്രത്തിൽ ചിക്കൻ വേവിച്ചിട്ടാണ് നോക്കണത്. കോഫി 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 You have to make the coffee. ഇത് മസാല മിക്കത് ബാക്കിയാവും കേട്ടോ. കുഞ്ഞിൽ വെക്കാൻ പറ്റുള്ളൂ, ഇത് കുഞ്ഞ് വെക്കാൻ പറ്റുള്ളൂ. കണ്ടോ, ഇത്ര നിറച്ച തിന്നുമ്പോ ഭയങ്കരമായിട്ട് കൂടൂലേ? കുറച്ച് നിറച്ചാൽ മതില്ലേ? അയ്യോ ഞാൻ ആദ്യം പറയാ, അവസാനം ഈ ടൈമില് ഞാൻ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നത് അനക്ക് തന്നെ ഈ ടൈമിൽ തന്നിട്ടുണ്ട് അത്യാവശ്യം കൂടുതൽ. ഇവിടെ അത്യാവശ്യം കൂടുതൽ ഈ ടൈം കിട്ടിയില്ല. ഞാൻ വീട്ടാണ്ട് ഇരുന്നിട്ടല്ല, ഇന്നലെ ഏറ്റവും കൂടുതൽ കിട്ടാൻ ജീവിതത്തിൽ ഇന്നലെ കുറെ നേരം കിട്ടി. ബോറടിച്ചു പറഞ്ഞാൽ ഇക്കൊരു 1 മണിക്കൂർ പോലും അടുപ്പിച്ച് പോകാൻ നോക്കിയൊക്കെ ബോറടിക്കും. അങ്ങനത്തെ ഒരു അസുഖമുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നല്ല ഉറക്കത്തിലാട്ടാ. അപ്പോൾ ആ സമയത്താണ് ചാമയൊക്കെ വേഗം എണിച്ചത്. അപ്പോൾ ഞാൻ അങ്ങനെ സമൂസ ഇതാക്കണോണ്ടിരിക്കുമ്പോൾ ചാമയൊക്കെ വന്നപ്പോൾ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഇങ്ങനെ വെറുപ്പിച്ചുകൊണ്ടിരിക്കട്ടെ. അപ്പോൾ ചാമയൊക്കെ കാപ്പി വെക്ക് ഞാൻ ഇതാക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വെറുപ്പിക്കുക. പിന്നെ അടുക്കളയിൽ ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് ഇടയ്ക്ക് രസമായിട്ട് അങ്ങനെ ചാമയൊക്കെ ഓരോന്ന് വന്ന് വെറുപ്പിക്കും. ഞാൻ അങ്ങോട്ട് പറയും, ഇങ്ങനെ വളവള പറഞ്ഞിട്ട് അതിൻ്റെ കുറച്ച് ക്ലിപ്പിങ്സ് നിങ്ങൾ എടുത്താട്ടെ. അപ്പോൾ മിനി സമൂസ ഉണ്ടാക്കണേ നല്ല രസമുണ്ട്. ആദ്യത്തെ മിനി സമൂസ മിനി സമൂസ കുടിച്ചിട്ട്
കുടിച്ചിട്ട് പറ. അതിലിടിച്ച് ഇത് എന്താ, ഇതാണ് കോഫി, ഇത് എന്ത് കോഫി? ഗായ്സ് നിങ്ങൾ കമന്റ് ഇങ്ങനെയാണോ കോഫി ഉണ്ടാക്കാന്നുള്ളത് കേട്ടാ. ഇത് കട്ട പിടിക്കും, ഇത് കട്ട പിടിക്കോ? കട്ടയും പിടിക്കില്ല, കുട്ടിയും പിടിക്കില്ല. ഈ നോയിക്കോ, ഇതാവുമ്പോ പാലിനുള്ളിൽ നല്ല ഇഴകി ചേരും ആ പൗഡർ. മറ്റേത് തിളപ്പിച്ചിടുമ്പോ അധികം തിളപ്പിക്കുമ്പോ ഈ പാലോട് പൊന്തി വരും. അപ്പൊ പിന്നെ ഇടുമ്പോ ആ പാലൊന്നും തമ്മിലൊരു ബന്ധം ഉണ്ടാവില്ല കേട്ടോ. ഇനി കുടിച്ചിട്ട് പറയും. All set for the fry, all set for the fry. ഇത് ചെറുതായോണ്ടാണ് കുറേ ഇത്ര അധികം. അങ്ങനെ നമ്മുടെ സമൂസ മൊത്തം റെഡി ഗായ്സ്, റെഡി ഗായ്സ്. അങ്ങനെ സമൂസൊക്കെ സെറ്റാക്കിയിട്ട് ഇതാ ബിഗ് ബോസ് ഒക്കെ കണ്ടിട്ട് തിന്നുകൊണ്ടിരിക്കുക കേട്ടാ. അപ്പോൾ ഇപ്പം മിക്ക വീട്ടിലും ബിഗ് ബോസ് ആണല്ലോ ഉണ്ടാവുള്ളൂ കേട്ടാ. നിങ്ങൾക്ക് ആരും ഇഷ്ടമുള്ള കണ്ടസ്റ്റൻ്റ് കമൻറ്റിക്ക് ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് വലിയ ഇഷ്ടമായിട്ടില്ല, എല്ലാ വട്ടത്തെ പോലെ ഒന്നും വലിയ സുഖമില്ല. അപ്പോൾ മോഹൻലാൽ വരുന്ന ദിവസമൊക്കെ പിന്നെ ഏഷ്യാനെറ്റിൽ അപ്പം തന്നെ കറക്റ്റ് ടൈമിലിരുന്ന് കാണും. മറ്റേ സമയത്തൊക്കെ പിന്നെ സൗകര്യം പോലെ ഏത് സമയത്ത് വെച്ചാൽ ചിലപ്പോൾ രാത്രി കാണില്ലെങ്കിൽ പിറ്റേ ദിവസം കാണാൻ അങ്ങനെയൊക്കെ ചെയ്യാറ്. അതൊക്കെ കഴിഞ്ഞിട്ട് സഡനായിട്ട് വേഗം ഡ്രസ്സ് മാറ്റിയിട്ട് പുറത്തു പോയിട്ട്. കാരണം എന്താ വെച്ചാൽ പെട്ടെന്നുണ്ടായതാണ്. വീക്കിലി അങ്ങനെ പുറത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കാറുണ്ടല്ലോ. പക്ഷേ ഇന്നിപ്പോൾ ഉച്ചക്കും അകത്തുനിന്ന് കഴിച്ച് വീട്ടിൽ നിന്ന് കഴിച്ച് ഇന്നലെയും ഇതുപോലെ തന്നെ ഞങ്ങൾ ജസ്റ്റ് പുറത്ത് പോയിട്ട് പിന്നെ ഇങ്ങനെ കോൾഡൊക്കെ ആയതുകൊണ്ട് പുറത്തുനിന്ന് കഴിക്കാൻ നിന്നില്ല. അപ്പം പിന്നെ ഞാൻ ഈ വീക്ക് കഴിച്ചിട്ടില്ല എന്നൊക്കെ ഇവരായിട്ട് അങ്ങനെ പുറത്ത് ഹോട്ടൽ റെസ്റ്റോറൻറ്റ്. എന്താ വേണ്ടേ അയ്യപ്പന്? എന്താ വേണ്ടേ? തിന്നാൻ എന്താ വേണ്ടേ? തിന്നാൻ എന്താ വേണ്ടേ? തിന്നാനാ എന്ത് ചെയ്യുന്നു പറഞ്ഞേ? എത്ര കുപ്പിന് എണ്ണിയ നോക്കട്ടെ. ബാക്കി എണ്ണ ഫുള്ള് വെക്കാം. എത്ര കുപ്പിന് എണ്ണ? എണ്ണ എണ്ണ 1 2 3 4 7 5 എവിടെ പോ? 6 വെള്ളക്കുപ്പിയാ. ഇനി ഓരോ കുപ്പിക്ക് ഓരോ പേരിട്ടാ നോക്കട്ടെ. ഓരോ കുപ്പിക്ക് ഓരോ പേരിട്. പേരിടാൻ പേര് ഇതിലെന്താ? എന്താ കാട്ടണേ? 1 2 3 ഒക്കെ എണ്ണി കഴിഞ്ഞിട്ട് ഇപ്പൊ തട്ടി കളിക്കലായ. കണ്ട 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 ചേട്ടൻ വരൂട്ടാ, ചേട്ടൻ വരൂട്ടാ, ചേട്ടൻ. ഇതൊക്കെ ഇവന്റെ എന്റർടൈൻമെന്റ്. എണ്ണ തട്ടിയിടുക. ഇതൊക്കെ ആരെ പറക്കിയേക്കുഞ്ഞേ? എന്താണ് അയബ്? കുറുമ്പനൈബു ആണിത്, കുറുമ്പനൈബു. ചോക്കടിക്കൂട്ടൈബുവാ. എവിടെ? എന്റെ കയ്യിലെന്താ? അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഒന്നുമില്ല എന്നർത്ഥം. ചോക്കടിച്ച എന്താ ഉണ്ടാവുക? ചോക്കടിക്കുന്നേ. എന്ത് പണ്ടോ? ഫോർക്കൊക്കെ ഉണ്ട്. എന്താ സാധനം പറയേ? സാധനം കൊണ്ടുവരും. എന്താ സാധനം പറയേ? എന്താ സാധനം? എന്താ സാധനം പറയേ? കൈകൊണ്ട് വേണം. ഒരു ഫോർക്ക് എന്നിട്ട് ഒന്ന് കുത്തി തിന്നാ നോക്കട്ടെ. ഇപ്പൊ കുത്തിട്ട് കാണിച്ചിട്ട് ഞാൻ തിന്നാണ്. ഗുഡ് ഗോഡ്. അയ്യപ്പന് ഇഷ്ടാണോ പൈസ? എന്താ സാധനം ഇത്? ഇത് പേരെന്താ? ഒന്നും ചെയ്യാൻ പാടില്ല. ഇത് പേരെന്താ പറയും? അതിന്റെ പേരെന്താ?
അപ്പോൾ ഹോട്ടലിൽ വന്നു കഴിഞ്ഞാൽ ഐബൂൻ്റെ അംഗം വെട്ടുള്ളത് ഒരു ഭാഗത്തിരിക്കില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞ്. അപ്പോൾ നമ്മൾ ഓട്ടൻകുള്ളിൽ വന്നു കഴിഞ്ഞാൽ എപ്പോഴും ഓർഡർ ചെയ്യുക, അതുപോലെ ബ്രോസ്റ്റഡും അതുപോലെ തന്നെ പാസ്ത ഇട്ടത്. അതാണ് നമ്മളെ ഫേവറേറ്റ് കോംബോ ഓട്ടൻകുള്ളിത്തെ. അത് കഴിഞ്ഞിട്ട് ഇവർ രണ്ടാളും വാഷ്റൂമിൽ പോയിട്ട് കുറേ വീഡിയോസ് ഫോട്ടോസൊക്കെ എടുത്തിട്ട്, അപ്പോൾ ഞാനവിടെ പോയിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കണം. അവനാച്ചും കണ്ടില്ല കെടുന്ന് ഹലോ ഗൈസ് പറയും. ബാക്കി പറയും. ഞങ്ങൾ എങ്ങോട്ട് പോയിട്ട് വരെ പറയും. പോയി അനി ബൈ ഫ്ലൈങ് കിസ് കൊടുക്ക്. ഓ എന്തത് ഐബുവിന് ഇപ്പോൾ നല്ല ഇഷ്ടമാട്ടെ. നിൻ്റെ ഇങ്ങനെ ഹലോ ഗായ്സ് ഒക്കെ പറഞ്ഞു കേട്ടിട്ട് ഞാൻ ഇപ്പോൾ ഫോൺ ഓണാക്കി അപ്പോൾ പറയും ഹലോ ഗായ്സ് അസ്സലാമു അലൈക്കും. എനിക്ക് കേൾക്കാൻ ഭയങ്കര ഇഷ്ടം, അതുകൊണ്ട് അവനോട് പറയിപ്പിച്ചേട്ടാ. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോയി എടുക്കുക. അപ്പോൾ അത്യാവശ്യം ടൈം ആയിക്കിട്ടോ, നേരം വൈകി പെട്ടെന്ന് ഉണ്ടായതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് ഇറങ്ങിയല്ല. അപ്പോൾ ഞാൻ അങ്ങനെ ഒരുങ്ങാനൊന്നുമില്ല, ഒരു സാധാ ഡ്രസ്സ് ഇട്ടിട്ട് അങ്ങനെ പോവുകയും ചെയ്തിട്ട് ഫുഡ് മാത്രമല്ലേ കഴിക്കണം വിചാരിച്ചിട്ട്. അപ്പോൾ അത്രയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എന്നും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ എന്നുള്ളൊരു വീക്കെൻഡിൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഫാമിലി ടൈമൊക്കെ കൂടുതൽ കിട്ടിയ ഒരു വീക്കെൻഡിൽ ഞങ്ങൾ നല്ല